5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കണ്ടു ഞാൻ കൂടെ നീയില്ലാതെയായ നൂറായി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. ഈ കുലസ് പാർവതിക്ക് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. അവള് ദേവിയാണെന്നല്ലേ പാർവതിയുടെ വിശ്വാസം. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ. കനൽ കലശം കഴിഞ്ഞിട്ട് ഞാൻ പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്കിളിനോട് പറയണം. അതിനുശേഷം ഇത് അവൾക്ക് കൊടുത്തിട്ട് അവളോട് എന്റെ പ്രണയം പറയണം. പൂജ തുടങ്ങി. കനൽ കലശം നടത്തുന്ന ആള് പൂജ നടക്കുമ്പോ അവിടെ ഉണ്ടാവണം. നിങ്ങൾ വേണ്ടതൊക്കെ നോക്കിയെടുത്തോ. അപ്പോഴേക്കും ഞാൻ വരാം. ശരി. എഴുതിയിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെയാണോ ഇത്? ഈ നാട്ടില് ഞാനല്ലാതെ വേറെ പാറു ഇല്ലല്ലോ. പാറു, ഞാൻ നിന്റെ ചേട്ടൻ കാർത്തിക്കാണ്. ചേട്ടൻ? ദയവേത് ഈ കത്ത് കീറിക്കളയരുത്. മുഴുവൻ വായിക്കണം. ചേട്ടന്റെ ഒരു അപേക്ഷയാണ്. നിന്നെ അനിയത്തിന്ന് വിളിക്കാനുള്ള അർഹത എനിക്കില്ലെന്നറിയാം. നിന്റെ ചേട്ടനാകാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം നിന്നോട് മാപ്പ് പറയാൻ. നിന്നോട് മാത്രമല്ല, അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും എല്ലാം എനിക്ക് മാപ്പ് പറയണം. ഞാൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛനും അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന വിശ്വാസം, നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം, ചേച്ചിയുടെ ജീവിതം എല്ലാം ഞാൻ തകർത്ത് കളഞ്ഞു. മാപ്പ് പറഞ്ഞാലൊന്നും ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവില്ലെന്ന് എനിക്കറിയാം. അത്രയും വലിയ തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി പാറു. അച്ഛൻ്റെയും അമ്മയുടെയും നിന്റെയും ചേച്ചിയുടെയും സന്തോഷവും സ്വപ്നവും ജീവിതവും എല്ലാം നശിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സുഖവും സന്തോഷവും സമാധാനവും ഞാൻ അറിഞ്ഞിട്ടില്ല. നരകത്തിലേക്കാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ആ നരകത്തിൽ ഇപ്പോഴും വീണ് കിടക്കുക, കരകയറാൻ കഴിയാതെ. കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷം തല്ലിക്കെടുത്തിയിട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ഇനിയൊരു തിരിച്ചുവരവില്ലെന്നായിരുന്നു എന്റെ തീരുമാനം. ഞാൻ കാരണം എന്റെ കുടുംബത്തിനുണ്ടായ തകർച്ച നേരിൽ കാണിച്ചു തരാൻ വേണ്ടിയായിരിക്കും വെള്ളച്ചാൽ ദുർഗാദേവി എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. എന്റെ ചേട്ടൻ തിരിച്ചു വന്നെന്നോ?
എവിടെയുണ്ട് ചേട്ടൻ? ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിലുണ്ടായ തകർച്ചയുടെ ആഴം ഞാൻ അറിഞ്ഞു. അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ എന്നോട് എത്രമാത്രം വൈരാഗ്യമുണ്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ കാരണമുണ്ടായ നാശത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ കരകയറ്റാൻ നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഞാൻ അറിഞ്ഞു. അച്ഛന്റെ അമ്മയുടെയും കാലിൽ വീണ് മാപ്പ് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പാറു. പക്ഷെ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. എനിക്ക് നിന്നെ കാണണം. എഴുത്തിലൂടെ അല്ലാതെ നേരിട്ട് നിന്നോട് എനിക്ക് സംസാരിക്കണം. ഇന്ന് രാത്രി കനൽ കലശമല്ലേ? കനൽ കലശത്തിന് കനലൊരുക്കുമ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലായിരിക്കും. ആ സമയത്ത് ക്ഷേത്ര പരിസരത്ത് ഞാൻ നിന്നെ കാണാൻ വരും. നീ വരണം. ഈ ചേട്ടൻ ദുഷ്ടൻ തന്നെയാ. ചെയ്തത് മുഴുവൻ ദുഷ്ടത്തരങ്ങളാ. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സ് നിറയെ കുറ്റബോധ പാറു. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടനെ കാണാൻ നീ വരില്ലേ പാറു? വരണം. ഈ ചേട്ടന്റെ അപേക്ഷയാണ്. ഞാൻ നിന്നെ കാണാൻ വരുന്ന കാര്യം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയരുത്. ആരോടും നീ പറയരുത്. അച്ഛനും അമ്മയും അറിഞ്ഞ എന്റെ അടുത്ത് വരാൻ നിന്നെ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് ആരോടും നീ അത് പറയരുത് പാറു. എന്ന് നിന്റെ സ്വന്തം ചേട്ടൻ കാർത്തിക്. പാറു, പാറു, തൊഴാൻ പോകുന്നെന്ന് പറഞ്ഞല്ലേ നീ വന്നത്? ഞാൻ അവിടെ പോയി നോക്കുമ്പോ നീ അവിടെ ഇല്ല. നീ ഇവിടെ എന്തെടുക്കുവാ? വെറുതെ ഒന്നുമില്ല. എല്ലാരും നിന്നെ അവിടെ വെയിറ്റ് ചെയ്യുക. നീ വാ.